ഹായ് മക്കളെ, ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ഇതിൽ പറയണത് എന്താണെന്ന് നോക്കൂ. ദ ആവറേജ് ഓഫ് n ക്വാണ്ടിറ്റീസ് ഇസ് ഈക്വൽ ടു എക്സ്. n ക്വാണ്ടിറ്റീസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് വൺ ഓഫ് ദ ഗിവൺ ക്വാണ്ടിറ്റീസ് whose value is p is replaced by a new quantity having value q, the average become y. Then q is equal to p plus n into y minus x. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പറയുന്ന കാര്യം എന്താ, n ക്വാണ്ടിറ്റീസിൻ്റെ ആവറേജ് എക്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റിക്ക് പകരം ഒരാളേനെ ഞാൻ ഒഴിവാക്കിയിട്ട് മറ്റൊരാളേനെ ഞാൻ കയറ്റി. അപ്പോൾ അവിടെ എന്താ ഉണ്ടായത്, റീപ്ലേസ് ചെയ്തു അല്ലേ, ഒരു ക്വാണ്ടിറ്റി റീപ്ലേസ് ചെയ്തില്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ പുതിയ ആവറേജ് ആയിരിക്കും കേട്ടോ. ആ പുതിയ ആവറേജ് എന്ന് പറയുന്നത് y ആണ് എന്നാണ് പറയണത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ പുതിയ ആൾ എന്താണ്, ആ പുതിയതായിട്ട് വന്ന് ചേർന്ന ആളുടെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ കുട്ടികൾ ഉണ്ട്, ടീച്ചറിൻ്റെയും കുട്ടികളുടെയും കൂടെ ആവറേജ് നമുക്ക് പ്രൊവൈഡഡ് ആണ്. ആ ടീച്ചർ ട്രാൻസ്ഫർ ആയി പോവുകയും മറ്റൊരു ടീച്ചർ വരികയും ചെയ്തു. അപ്പോൾ ആവറേജ് മറ്റൊരു വാല്യൂ ആണ് വന്നത് എന്നുണ്ടെങ്കിൽ ആ പുതിയതായിട്ട് വന്ന ആളുടെ വാല്യൂ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രായമാവാം, വെയിറ്റ് ആവാം, എന്ത് വേണമെങ്കിലും നമുക്കവിടെ, ഹൈറ്റ് ആവാം, എന്ത് വേണമെങ്കിലും നമുക്കവിടെ പറയാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. ദ ആവറേജ് വെയിറ്റ് ഓഫ് 25% has increased by 2 kg. ഇനി അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ y മൈനസ് എക്സ് എന്ന് പറയണത് യഥാർത്ഥത്തിൽ എക്സ് എന്ന് പറയണത് ആദ്യത്തെ ആവറേജും y എന്ന് പറയുന്നത് രണ്ടാമത്തെ ആവറേജുമാണ്. അപ്പോൾ y മൈനസ് എക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ആവറേജുകളുടെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഓഫ് ദീസ് ആവറേജസ് അത് മനസ്സിലുണ്ടാവണം കേട്ടോ. ദ ആവറേജ് വെയിറ്റ് ഓഫ് 25% is increased by 2 kg when one of whose weight is 60 kg is replaced by a new person. എന്ന് വെച്ചാൽ ആവറേജ് 25 ആളുടെയാണ് അവിടെ പറയുന്നത്, 25% ആണ്. ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 kg എന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ആവറേജിനെക്കാട്ടിലും 2 kg കൂടുതലാണ് രണ്ടാമത്തെ ആവറേജ്. എന്ന് വെച്ചാൽ ആ രണ്ട് ആവറേജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, 2 kg ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ആര്, y മൈനസ് എക്സ് എന്ന് പറയുന്ന ആള്. അതിൽ ഒരാളുടെ kg 60 കിലോ ആണെന്നും ഈ 60 കിലോ ഉള്ള ആളേനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ പുതിയ പേഴ്സൺ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു ആദ്യത്തെ ക്വാണ്ടിറ്റിയുടെ വാല്യൂ p ആയിരുന്നു, ഈസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ ക്വാണ്ടിറ്റി ഹാവിങ് q എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, വാല്യൂ q ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് യഥാർത്ഥത്തിൽ എന്ത്, p എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആ പുതിയ ആളുടെ വെയിറ്റ് എന്താണെന്നാ ചോദിക്കണത്. പുതിയ ആളുടെ വെയിറ്റ് കണ്ടുപിടിക്കാനാണല്ലോ നമ്മുടെ ഈ ഫോർമുല ഉള്ളത്. എന്താ ഫോർമുല, q ഈക്വൽ ടു p പ്ലസ് n ഇൻറ്റു y മൈനസ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ p ആരാ, 60 കിലോ. അപ്പോൾ 60 കിലോ വന്നു, പ്ലസ് n എത്രയാ, 25 ഇൻറ്റു y മൈനസ് എക്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആവറേജസ് ഇസ് ഗിവൺ ടു ബി ആസ് 2 kg. 25 ഇൻറ്റു 5 25 ഇൻറ്റു 2 50 ആണ്. 50 പ്ലസ് 60, 50ഉം 60ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക, 110 കിലോ ആണ് അവിടെ പുതിയതായിട്ട് വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അതാ 110 കിലോ. അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി രണ്ടാമത്തെ എന്താ പറയണത് നോക്കാം. രണ്ടാമത്തെ കുറച്ച് കഥകൾ പറയണത് എന്താന്ന് നോക്കി നോക്കൂ. ദ ആവറേജ് ഓഫ് n ക്വാണ്ടിറ്റീസ് ഈസ് ഈക്വൽ ടു എക്സ്. ദ ആവറേജ് ഓഫ് n ക്വാണ്ടിറ്റീസ് എന്ന് പറയണത് എക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ എ ക്വാണ്ടിറ്റി ഈസ് റിമൂവ്ഡ് ദ ആവറേജ് ബിക്കം y. ദ വാല്യൂ ഓഫ് ദ റിമൂവ്ഡ് ക്വാണ്ടിറ്റി ഈസ് n ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ. ഇത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ആവറേജിൻ്റെ ഡിഫറൻസ് ആണ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളും ക്ലാസ് ടീച്ചറുടെയും കൂടെ ഏജിൻ്റെ ആവറേജ് ഇതായിരുന്നു. അതിൽ നിന്ന് ക്ലാസ് ടീച്ചറെ ഒഴിവാക്കിയ സമയത്ത് കുട്ടികളുടെ മാത്രം ആവറേജ് എന്ന് പറയുന്നത് ഇത്രയായിരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഏജ് ഓഫ് ടീച്ചർ നമ്മൾ ചോദിക്കുന്നില്ലേ, ആ സാധനമാണ് മുകളിലത്തെ ഫോർമുല എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ, if the average of n quantity is equal to y, if a quantity is added the average become y. The value of new quantity is n into y minus x plus y. അവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്,
നിലവിൽ അവിടെ ക്ലാസ്സിൽ കുട്ടികളുടെ മാത്രം ആവറേജ് അവിടെ കണ്ടിട്ടുള്ളൂ. പിന്നീടാണ് ക്ലാസ് ടീച്ചറെ കൂടെ ആഡ് ചെയ്തിട്ട് ക്ലാസ് ടീച്ചറുടെ ഏജും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വെയിറ്റും കൂടെ ചേർത്ത് അല്ലെങ്കിൽ ഹൈറ്റും കൂടെ ചേർത്ത് ആഡ് ചെയ്തു, ആവറേജ് കണ്ടുപിടിച്ചു. ആവറേജ് കണ്ടുപിടിച്ചത് നമുക്ക് അവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ഹൈറ്റ് എത്ര, വെയിറ്റ് എത്ര, ആവറേജ് എത്ര, പുതിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്തത് വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ആണ്. നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ദ ആവറേജ് ഓഫ് 24 സ്റ്റുഡൻസ് ആൻഡ് ദ ക്ലാസ് ടീച്ചർ 16 years എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ആവറേജ് ഓഫ് ആരുടെയൊക്കെ ആവറേജ് ആണ്? ആവറേജ് ഓഫ് നമ്മുടെ 24 കുട്ടികളുടെയും ക്ലാസ് ടീച്ചറിൻ്റെയും കൂടെ ആവറേജ് എന്ന് പറയുന്നത് 16 വർഷമാണ്, 16 ഇയർ ആണ് അവിടെ തന്നിട്ടുണ്ട്. ഇഫ് ദ ക്ലാസ് ടീച്ചർ ഏജ് ഈസ് എക്സ്ക്ലൂഡഡ്, നമ്മളവിടെ ക്ലാസ് ടീച്ചറിനെ ഒഴിവാക്കി. ദ ആവറേജ് ഏജ് റെഡ്യൂസസ് ബൈ 1 year. അപ്പോൾ ഒരാളെ ഒഴിവാക്കിയ സമയത്ത് അവിടെ പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള ആവറേജ് എന്ന് പറയുന്നത് പഴയ ആവറേജിനെക്കാട്ടിലും എത്ര കുറവാണ്? 1 കുറവാണ്. പഴയ ആവറേജ് 16 ആണ്. അപ്പോൾ പുതിയ ആവറേജ് എത്രയായിരിക്കും? 15 ആയിരിക്കും. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ദ ക്ലാസ് ടീച്ചർ? ക്ലാസ് ടീച്ചറിൻ്റെ ഏജ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓൾറെഡി അവിടെ ഫോർമുല ഉണ്ടല്ലോ. എന്താണ്? ആവറേജ് ഓഫ് നമ്മുടെ റിമൂവ്ഡ് ക്വാണ്ടിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ n × x - y + y ആണ് നമ്മളവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. n എന്ന് പറയണത് എന്തായിരുന്നു? നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. n നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ n എത്ര ഇവിടെ വരിക? എത്ര ആളുടെ ഉള്ളത്? 25 ആളുടെ ആവറേജ് ആളുടെ അല്ലേ? 24 കുട്ടികളും ഒരു ക്ലാസ് ടീച്ചറും പറഞ്ഞാൽ 25 ഇല്ലേ? അപ്പോൾ 25 ഇൻറ്റു വാട്ട് ഇസ് x - y. എക്സും വൈയും രണ്ട് ആവറേജുകളാണ്. x - y എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആവറേജസ് അല്ലേ? ആവറേജുകളുടെ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ ഒന്ന് 16ഉം ഒന്ന് 15ഉം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിഫേഴ്സ് ബൈ 1 year എന്നുള്ളത് അവിടെ ഓൾറെഡി പ്രൊവൈഡഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ് എത്രയാണ്? 1 പ്ലസ് y എന്ന് പറയുന്നത് രണ്ടാമത്തെ ആവറേജ് ആണ് അല്ലേ? റിമൂവ് ചെയ്ത സമയത്ത് അവിടെ വന്നിട്ടുള്ള ആവറേജ് ആണ് എന്ത്? y എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആവറേജ് എത്രയാ? 15 ആണ്. എന്ന് വെച്ചാൽ 25 + 15, 25 × 30 + 10 40 ഇയർ ആണ് ആര്? ആ ടീച്ചറുടെ ഏജ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് താഴത്തെ ചോദ്യവും. ദ ആവറേജ് ഓഫ് 30 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഇസ് 9 years എന്നാണ് പറയുന്നത്. 30 കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് 9 വർഷമാണ്, 9 years ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ടീച്ചേഴ്സ് ഏജ് ഈസ് ഇൻക്ലൂഡഡ്, ടീച്ചറിന് നമ്മൾ കൂട്ടി, ദ ആവറേജ് ഏജ് ബിക്കം 10 years. അപ്പോൾ രണ്ട് ആവറേജുകൾ അവിടെ ഉള്ളത് ഒന്ന് 10ഉം ഒന്ന് 9ഉമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആവറേജസ് എന്ന് പറയണത് 1 ആണ് അല്ലേ? അപ്പോൾ n ഇൻറ്റു ഇവിടെ നമ്മളുടെ ആവറേജ് എത്രയാണ്? എത്ര കുട്ടികളുടെ തന്നിരിക്കണം? 30 ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ദസ് ആവറേജസ് 10 - 9 1 പ്ലസ് രണ്ടാമത്തെ ആവറേജ് എത്രയാ? 10 ഈക്വൽ ടു 40. ഇത് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് സെയിം ആണ്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ദസ് ആവറേജസ് പ്ലസ് ആ രണ്ടാമത് ഉണ്ടായിട്ടുള്ള ആവറേജ് എത്രയാച്ചാൽ അത് ആഡ് ചെയ്യുക. രണ്ട് കേസിൽ നമ്മൾ അതന്നെ ചെയ്തേ. എന്താ ചെയ്തേ? നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ഇൻറ്റു ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആവറേജസ് പ്ലസ് എന്ത് ആഡ് ചെയ്തു? നമ്മൾ രണ്ടാമത് അവിടെ ഉണ്ടായിട്ടുള്ള ആവറേജ് എന്തോ അത് ആഡ് ചെയ്യുകയും ചെയ്തു. അതാണ് ഓർമ്മയിൽ ഉണ്ടാവേണ്ടത്. ഫോർമുല ഓർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും. ഇനി അവിടെ പറയുന്ന കഥ എന്താണെന്ന് നോക്കി നോക്കും. ഇവിടെ കുറച്ച് ഫോർമുലകൾ പറയുന്നത്. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ 1 2 3 4 എന്ന് തുടങ്ങുന്ന നാച്ചുറൽ നമ്പറുകളുടെ സമ്മ് കണ്ടുപിടിക്കാൻ, ആവറേജ് കണ്ടുപിടിക്കാൻ അവിടെ ഉപയോഗിക്കുന്നതാണ് n+1/2. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? n × n+1/2 എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനുകൾ എന്നും കൂടെയാണ്. അപ്പോൾ n × n+1/2നെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി അവിടെ എന്താ വരിക? n+1/2 എന്ന് വരുന്നതാണ്. എത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് n നാച്ചുറൽ നമ്പറുകളുടെ സമ്മ് എന്ന് പറയുന്നത് n+1/2 ആണ്. എന്ന് വെച്ചാൽ പോതാ ഏറ്റവും ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 2 3 4 ഇതിൻ്റെ ആവറേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൾക്കാരാണുള്ളത്? 4 ആൾക്കാരാണുള്ളത്. n എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്താ വരിക? 4 + 1/2. 4 + 1 5, 5/2 ആണ് എന്ത് വരിക? ഈ തന്നിരിക്കുന്ന ഡേറ്റയുടെ ആവറേജ് വരിക എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ പറയുന്നുണ്ട് ആവറേജ് ഓഫ് സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ സ്റ്റിൽ n.
എന്ന് വെച്ചാൽ സ്ക്വയർ 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ എക്സെട്ര n സ്ക്വയർ വരെയുള്ള വാല്യൂസിൻ്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഫോർമുലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? n+1 × 2n+1/6. എന്താണ്? n+1 × 2n+1/6. ഇനി അത് ക്യൂബ് ആണെങ്കിൽ അവിടെ ആ ഫോർമുലയ്ക്ക് വ്യത്യാസമുണ്ട്. n × n+1 ഹോൾ സ്ക്വയർ ബൈ 4. n × n+1 ഹോൾ സ്ക്വയർ ബൈ 4. ഇനി ഓഡ് നമ്പറുകളുടെ ആവറേജ് ആണ് അപ് ടു 1 to n ആണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഡ് നമ്പറുകളുടെ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓഡ് നമ്പറിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയെന്നും, അത് ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈവൺ നമ്പറിൻ്റെ കൂടെ 2 കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും തന്നെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഓറലി പറഞ്ഞു പോവുകയാണ്. എന്തായാലും ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 81 നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ 81 നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ്. നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് എന്ന് ആവറേജ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല നമ്മളിവിടെ പറഞ്ഞു n+1/2 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക? ഇവിടെ n എത്രയാണ്? 81 ആണ്. അപ്പോൾ ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 81 + 1/2, ദാറ്റ് ഈസ് 82/2 ആണ് അതിൻ്റെ ആൻസർ വരിക. ദെൻ ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 41 ആണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ എക്സെട്ര 41ന്റെ സ്ക്വയർ വരെയുള്ള ആവറേജ് കണ്ടുപിടിക്കുക. ഇവിടെ n എത്രയാണ്? അപ്പോൾ n എത്രയാ? n കണ്ടുപിടിക്കണം അല്ലേ? n എത്രയാ? 41 എണ്ണാണ് ഉള്ളത്. അപ്പോൾ 41 ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ എന്താ വരിക? 41 + 1 × 2 × 41 + 1/6 എന്ന് വരും. അത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് പിന്നെന്താ അവിടെ പറയണേ? ആവറേജ് ഓഫ് ക്യൂബ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 27, 1 മുതൽ 27 വരെ ഉള്ളതിൻ്റെ ക്യൂബിൻ്റെ ആവറേജ്. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ് എക്സെട്ര 27ന്റെ ക്യൂബ് വരെയുള്ളതിൻ്റെ ഫോർമുല അത് അപ്ലൈ ചെയ്യുക. n × n+1 ഹോൾ സ്ക്വയർ ബൈ 4ലേക്ക് ഇട്ട് കൊടുക്കുക. ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to 40 എന്താ ചെയ്തിരിക്കുന്നത്? ഓഡ് നമ്പറുകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ് നമ്പറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓഡ് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റത്തെ ഓഡ് നമ്പർ ഏതാ? 1 മുതൽ 40 വരെയുള്ളതിൽ ലാസ്റ്റത്തെ ഓഡ് നമ്പർ 39. 39ന്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 40ന്റെ പകുതി 20. അതായിരിക്കും അതിൻ്റെ ആൻസർ വരിക. ഇനി ഇവിടെ പറയണത് എന്താ? ആവറേജ് ഓഫ് ഈവൺ നമ്പേഴ്സ് ഫ്രം 1 to 81, 1 മുതൽ 81 വരെയുള്ള ഈവൺ നമ്പറുകളുടെ ആവറേജ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ലാസ്റ്റ് ഈവൺ നമ്പർ +2/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഈവൺ നമ്പർ എന്താ അവിടെ വരിക? 81ന് മുൻപുള്ള ഈവൺ നമ്പർ അവിടെ ഏതാ വരിക? 80 ആണ് വരിക. അപ്പോൾ 80ന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി കാണുക. 80 + 2 82, 82ന്റെ പകുതി 41. അപ്പോൾ ആവറേജ് എത്രയാണ് വരിക? 41 എന്നാണ് വരിക. മനസ്സിലായോ? ഇനി അവിടെ പറഞ്ഞ കുറച്ച് ട്രിക്കുകളായിട്ട് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. എന്താ പറയണത്? ഇഫ് n is odd, the average of n consecutive numbers, a consecutive even number or consecutive odd number is always the middle number. n odd ആണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് കിടക്കുന്ന കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അത് ഈവൺ നമ്പർ ആയിക്കോട്ടെ ഓഡ് നമ്പർ ആയിക്കോട്ടെ എന്ത് നമ്പർ തന്നെ ആയിക്കോട്ടെ അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും അതിൻ്റെ ആവറേജ് വരിക. കോൺസിക്യൂട്ടീവ് എന്ന് പറയുന്ന വാചകത്തിന് അവിടെ പ്രാധാന്യമുണ്ട്, അടുത്തടുത്ത് കിടക്കുന്ന. നെക്സ്റ്റ് അവിടെ പറഞ്ഞ n ഈവൺ ആണെന്നുണ്ടെങ്കിൽ n കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈവൺ നമ്പേഴ്സ് ആയിക്കോട്ടെ ഓഡ് നമ്പേഴ്സ് ആയിക്കോട്ടെ ആ നടുക്ക് കിടക്കുന്ന 2 ആൾക്കാരുടെ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ആവറേജ് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മളിതിന് മുമ്പ് പറഞ്ഞൊരു ചോദ്യത്തിൽ നമ്മൾ 1 2 3 4 നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് വരിക? 1 2 3 4 എന്ന് പറയുന്നത് അടുത്തടുത്ത് കിടക്കുന്ന 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ്. ഇതിൻ്റെ ആവറേജ് എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറയുന്നത്? നടുക്ക് കിടക്കുന്ന 2 ആൾക്കാർ, മിഡിൽ മോസ്റ്റ് കിടക്കുന്ന 2 വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 2 + 3ന്റെ സമ്മ 5, 5/2 ആണ് അവിടെ ആൻസർ. ഓൾറെഡി 5/2 ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൻസറും വന്നേ, അതാണ് അവിടെ പറയുന്നത്. ഇനി കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ്, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്നിങ്ങനെയുള്ള കുറച്ച് ട്രിക്കുകളും കൂടെ അവിടെ പറയുന്നുണ്ട്, അതും കൂടെ നോക്കി വെക്കുക കേട്ടോ.